നമസ്കാരം. ഇത്തവണത്തെ അക്ഷര സഞ്ചാരത്തിൽ രാജലക്ഷ്മി ടീച്ചറുടെ ഉച്ചവെയിലും ഇളം നിലാവും എന്ന പുസ്തകമാണ് അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലയാളത്തിൽ അപൂർണമാക്കപ്പെട്ട ഒരു നോവൽ ആണിത്. അപൂർണമാക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മാതൃഭൂമിയിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഈ നോവൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ എഴുത്തുകാരി തന്നെ വന്ന് അതിന്റെ മാനുസ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങിപ്പോവുകയാണ്. പിന്നീട് ഈ മാനുസ്ക്രിപ്റ്റ് എഴുത്തുകാരി നശിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഉണ്ടായിട്ട് ഇതിന് തുടർച്ച എന്ന് പറയുന്ന ഭാഗമില്ല. അങ്ങനെയുള്ള ഒരു അപൂർണമായ ഒരു നോവൽ വായനയാണ് ഈ ഉച്ചവെയിലും ഇളം നിലാവും എന്ന പുസ്തകം നമുക്ക് തരുന്നത്. എന്നാൽ ഇത് അപൂർണമാണോ? മലയാള സാഹിത്യത്തിൽ ഒരു കോളേജിലെ അധ്യാപികയായിരുന്ന, ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെ കഴിഞ്ഞ് ഒറ്റപ്പാലം NSS കോളേജിലെ അധ്യാപികയായിരുന്ന രാജലക്ഷ്മി എഴുതിയ ഈ നോവൽ അപൂർണമാണോ? ഈ നോവലിനെ സംബന്ധിച്ച് നടന്ന ചർച്ചകൾ, അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് ഈ നോവൽ വളരെ സങ്കീർണമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മറിച്ച് ഈ നോവലിനെ കുറിച്ച് കൃത്യമായ ഒരു വായന ആരും മുന്നോട്ട് വെക്കുന്നില്ല എന്ന് തന്നെ പറയണം. പിന്നീട് ഞാൻ എന്റെ FB കുറിപ്പിൽ പറഞ്ഞിരുന്നു, ഈ രാജലക്ഷ്മി ടീച്ചറെ കുറിച്ചും അവരുടെ രചനകളെ കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു അധ്യാപകൻ എന്നെ കോളേജ് ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിച്ചിരുന്ന TV ശശി മാസ്റ്ററാണ്. ഈ ടീച്ചറുടെ ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം, സർജറിക്ക് ശേഷം ടീച്ചർ ഈ സാരിയുടെ ദിശ മാറ്റിയിട്ട് അത് ഈ പുസ്തകത്തിൽ ശ്രീമതി മണികണ്ഠൻ എന്ന് പറയുന്ന അവരുടെ തന്നെ മണികൃഷ്ണൻ എന്ന് പറയുന്ന രാജലക്ഷ്മി എന്റെ അധ്യാപിക എന്ന ഒരു അവതാരിക കുറിപ്പിൽ അവർ പറയുന്നുണ്ട്, എന്താണ് കുട്ടി ഇവിടെ തനിയെ നിൽക്കുന്നത്? തിരിഞ്ഞു നോക്കിയപ്പോൾ വെളുത്ത് പൊക്കം കൂടി നന്നേ ചടച്ചൊരു സ്ത്രീ നിൽക്കുന്നു, വലത്തോട്ടാണ് സാരി ഉടുത്തിരിക്കുന്നത് എന്നാണ്. അപ്പോ ഈ ടീച്ചറുടെ ഇത്തരത്തിലുള്ള സാരി ഉടുക്കലും അത്തരത്തിലുള്ള പല പ്രത്യേകതകളും കുട്ടികളുടെ മനസ്സിൽ വല്ലാതെ ഒരു ആകർഷണം ടീച്ചറെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ ടീച്ചർ ധാരാളം സംസാരിച്ചിട്ടൊന്നും ആയിരുന്നില്ല. കുറച്ച് ഇൻട്രോവർട്ട് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. അതായത് ടീച്ചറുടെ പ്രകൃതം തന്നെ അത്തരത്തിലുള്ള അന്തർമുഖ പ്രകൃതമായിരുന്നു ടീച്ചർക്കുണ്ടായിരുന്നത്. എങ്കിലും ടീച്ചർക്ക് ഒരുപാട് വിദ്യാർത്ഥിനികൾ ടീച്ചർക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ ജനുവരി 18-ാം തീയതി, അതായത് 1965 ജനുവരി 18-നാണ് ടീച്ചർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത്. ടീച്ചർ തീരുമാനിച്ചുറപ്പിച്ച യാത്രയായിരുന്നു അത് എന്നുള്ളതാണ്. ടീച്ചറുടെ പ്രശസ്തമായ നീണ്ട കഥ മകൾ 1956-ലാണ് ടീച്ചർ എഴുതി തുടങ്ങുന്നത്. അതുകൂടാതെ ടീച്ചറുടെ ഒരു വഴിയും കുറെ നിഴലുകളും, ഞാനെന്ന ഭാവം, ഉച്ചവെയിലും ഇളനിലാവും എന്നിങ്ങനെയുള്ള കൃതികളും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. പിന്നെ ഈ പുസ്തകത്തെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഈ പുസ്തകം ഏറെ സങ്കീർണമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ MT വാസുദേവൻ നായർ, C രാധാകൃഷ്ണൻ എന്നിവരൊക്കെ മലയാളത്തില് അവരുടെ നോവൽ രചനകൾ, അല്ലെങ്കിൽ അവരുടെ രചനകൾ തന്നെ തുടങ്ങുന്നത് ഈ നാലുകെട്ടിന്റെ അല്ലെങ്കിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. അത്തരത്തിലൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തികച്ചും പുരുഷ വീക്ഷണ കോണിൽ തന്നെയാണ് ഇവരുടെ നോവലുകളെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ ഈ രാജലക്ഷ്മി ടീച്ചറുടെ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ടീച്ചർ ഒരിക്കലും സ്ത്രൈണമായ അവസ്ഥകളെ താലോലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ഇതിലെ കഥാപാത്രമായ വിമല അതിന്റെ ആദ്യഘട്ടത്തിൽ വിമല ഡോക്ടറാണ്. വിമല ഡോക്ടറായി ഒരു പ്രത്യേക സ്ഥലത്ത് ചാർജ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഘട്ടത്തിലാണ് നോവൽ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് അവിടെ വിമലയുടെ സുഹൃത്തായിട്ടുള്ള മിനിയുണ്ട്. മിനിയുടെ അനിയത്തി രതി, ദേവു, അതോടൊപ്പം തന്നെ മിനിയുടെ ഒരു ചേട്ടൻ, അതായത് 2 കാലും പാരാലിസിസ് വന്ന് തളർന്ന ഒരു ചേട്ടൻ, അവിടെ വന്നെത്തുന്ന ഒരു അതിഥിയായ രാജൻ, ഇന്നിവരടങ്ങുന്ന ഒരു കൂട്ടത്തിലേക്കാണ് ഈ പറയുന്ന ഡോക്ടർ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. മിനി സഹപാഠിയാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേക മനുഷ്യബന്ധങ്ങൾ രൂപീകൃതമാവുന്നുണ്ട്. തികച്ചും നമുക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യബന്ധത്തിന്റെ കഥ ടീച്ചർ അവിടെ പറയുന്നുണ്ട്.
നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവിടെയൊക്കെ ഒരു സ്ത്രീ എന്താണ്, ഏറ്റവും ആധുനികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ പോലും ഇന്ന് പോലും ടീച്ചറുടെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോട് ഒപ്പമെത്താൻ നമ്മുടെ സമൂഹം ഇന്നും മടിക്കുന്നു എന്ന് വേണം കരുതാൻ. അതാണ് ഈ നോവൽ ഏറ്റവും പ്രസക്തമാവുന്നത്. മാത്രമല്ല ഈ അച്ഛൻ ടീച്ചറുടെ അല്ല, ഈ ഡോക്ടറുടെ അച്ഛൻ, ഡോക്ടറാക്കുന്ന അവരുടെ അച്ഛൻ പേഴ്സിയിൽ എവിടെയോ ആയിരുന്നു. അപ്പൊ അച്ഛനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ, അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. അപ്പൊ വളരെ അപവാദങ്ങൾ പറയുന്നുണ്ട് അവരുടെ അച്ഛന്റെ ബന്ധങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മാട്രിയാർക്കൽ അല്ല, തികച്ചും പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ഘടനയിൽ നിന്നുകൊണ്ടാണ് ടീച്ചർ നമ്മളോട് നോവൽ പറയുന്നത്. അതൊരിക്കലും സാധ്യമാവുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്ത്രൈണതകളെ താലോലിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഇപ്പൊ പുരുഷവീക്ഷ, ഇപ്പൊ സി രാധാകൃഷ്ണൻ ആയാലും MT ആയാലും ഒക്കെ ഈ നോവൽ എഴുതുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാർ പോലും എഴുതുന്നത് അവരുടെ പുരുഷവീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീയായി നിൽക്കുകയും എങ്കിൽ തന്റെ സ്ത്രൈണതകളെ ഒട്ടും താലോലിക്കാതെ അതിനെ എല്ലാം അപഗ്രഥന വിധേയമാക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് ഒരു രാജലക്ഷ്മി ടീച്ചർ ഒരിക്കലും വായിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ഞാൻ അത്തരത്തിലൊരു വായനയാണ് ഈ പുസ്തകത്തിലൂടെ കാണുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പാട്ടുപാടുന്ന ഹാൻഡ് ബാഗും സൂചി പോലത്തെ മടമ്പുള്ള ഷൂസും കൊണ്ടുവന്നു തന്ന അച്ഛ, വണ്ടി നീങ്ങാൻ സമയത്ത് കണ്ണട മുഖത്ത് നിന്നൂരി എന്റെ കയ്യിലേക്ക് നീട്ടിയ അച്ഛ, ഞാൻ അങ്ങയെ ആദരിക്കുന്നു. അങ്ങ് കുടിച്ചാലും പേഴ്സ്യൻ പെണ്ണുങ്ങളുടെ ഒരു അന്തപ്പുരം തന്നെ അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അച്ഛനെ കുറിച്ച് അച്ഛൻ ധൂർത്തനായിരുന്നു, അല്ലെങ്കിൽ അച്ഛനെ കുറിച്ച് ഒട്ടനവധി അപവാദങ്ങൾ പറയുന്ന അച്ഛന്റെ പെങ്ങളെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അച്ഛന്റെ കുടുംബത്തെ മുഴുവൻ ചെയ്തുകൊണ്ട് ഇതിലെ കഥാപാത്രമായ ഡോക്ടർ വിമല പറയുന്നുണ്ട് അച്ഛൻ ചെയ്തത് മുഴുവൻ ശരിയായിരുന്നു എന്നുള്ളത്. അച്ഛൻ നേരത്തെ മരിച്ചു പോകുന്നു, അമ്മ അതിനു മുന്നേ മരിച്ചു. 12 വയസ്സിൽ അമ്മ മരിച്ചു കഴിഞ്ഞ അച്ഛനാണ് ഈ വിമലയെയും, അതുപോലെ തന്നെ വിമലയ്ക്ക് താഴെ 3 or 4 അനിയന്മാരും ഒക്കെയുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ജീവിതം അച്ഛനാണ്. പക്ഷെ അച്ഛൻ വളരെ നേരത്തെ മരിച്ചു പോകുന്നുണ്ട്. പിന്നെ വിമലയാണ് ഈ കുടുംബത്തിന്റെ മൊത്തം. MTയുടെ മഞ്ഞിലെ വിമലയുടെ വേറെ ഏതൊക്കെയോ ആ മഞ്ഞിലെ വിമലയുടെ മറ്റൊരു കൗണ്ടർ പാർട്ട് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് രാജലക്ഷ്മി ടീച്ചറുടെ ഉച്ചവെയിലും ഇളനിലാവും എന്ന് പറയുന്ന നോവലിലെ. പിന്നീട് ഡോക്ടറായിട്ട് അവിടെ ചാർജ് എടുക്കുന്നു. അതിനുശേഷം അവരുടെ ഞായറാഴ്ച വിരുന്നുകൾ, അവിടെ ഈ പാരലിറ്റിക് സ്ട്രോക്ക് വന്ന് 2 കാലും തളർന്ന ഈ പറയുന്ന മിനിയുടെ ചേട്ടനുണ്ട്. ആ മിനിയുടെ ചേട്ടന് ദേവു, രതി എന്ന് പറയുന്ന കുറെ സഹോദരിമാര്. അവസാനം അവിടെ സംഭവിക്കുന്ന മനുഷ്യബന്ധങ്ങളിൽ വരുന്ന ചില മാറ്റങ്ങള്, ഇതൊക്കെ മാത്രമല്ല ഈ പറയുന്ന ചേട്ടന്റെ വിമലയോടുള്ള പ്രണയാഭ്യർത്ഥന, ആ പ്രണയാഭ്യർത്ഥനയെ എങ്ങനെയാണ് വിമല ഉൾക്കൊള്ളുന്നത്, വിമല എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്. പിൽക്കാലത്ത് ഈ വിമല തന്നെ ഇവരുടെ സുഹൃത്തായ രാജൻ എന്ന് പറയുന്ന കോളേജ് അധ്യാപകനായി പല ജോലികൾ എറിഞ്ഞ വളരെ തികഞ്ഞ സത്യസന്ധതയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു രാജൻ എന്ന് പറയുന്നത്. രാജൻ ഈ പറയുന്ന മിനിയുടെ ചേട്ടനുമായിട്ടുണ്ടായിരുന്ന രാജന്റെ ബന്ധം, ആ ബന്ധത്തിൽ നിന്നാണ് വിമല രാജനെ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് രാജനെ വീണ്ടും വിമല കാണുന്നുണ്ട്. അവരുടെ നാലുകെട്ട് വളരെ ക്ഷയിച്ച് അവസാനം ദേവു ഒരു ഭക്ഷണം വെക്കാൻ അരിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള വൃദ്ധിക്ഷയങ്ങളെല്ലാം ഈ നോവലിനകത്ത് കടന്നു വരുന്നുണ്ട്. അവിടെയെല്ലാം ഈ ഡോക്ടർ വിമലയുടെ വീക്ഷണം, അതായത് ജീവിതത്തോടുള്ള മനുഷ്യബന്ധങ്ങളോടുള്ള വീക്ഷണം ഈ നോവലിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒന്നാണ്. അത് തികച്ചും നമ്മുടെ നിലവിലുള്ള യാഥാസ്ഥിതിക ധാരണകൾക്കെതിരെ, അല്ലെങ്കിൽ ഒരു സമൂഹമോ, അല്ലെങ്കിൽ സ്ത്രീകൽപ്പന, അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വഭാവം, സ്ത്രീയുടെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്നിവയൊക്കെ ചൊല്ലി നമ്മൾ ഇന്ന് നടത്തുന്ന പല സംവാദങ്ങളെയും അർത്ഥശൂന്യമാക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, അർത്ഥശൂന്യമാക്കുന്ന, അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ് ഒരു സ്ത്രീ നിർണയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും നല്ല വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ഫെമിനിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. മറിച്ച് സ്ത്രീപക്ഷ വീക്ഷണത്തില്, അതൊരു ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു വീക്ഷണം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചൊരു സാങ്കേതിക വ്യവഹാരമായി മാറിയ ഈ കാലത്ത്, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ഈ പറയുന്ന രാജലക്ഷ്മി ടീച്ചറുടെ ഈ പുസ്തകം ഒരു സ്ത്രീയുടെ വീക്ഷണകോണിൽ നിന്ന് എങ്ങനെയാണ് അവർ പുരുഷനെ കാണുന്നത്, ലോകത്തെ കാണുന്നത്, മനുഷ്യബന്ധങ്ങളെ കാണുന്നത്,
ഒരു ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ ടീച്ചർക്ക് സംഭവിച്ച, അതായത് രാജലക്ഷ്മി ടീച്ചർക്ക് സംഭവിച്ച ആത്മഹത്യ എന്ന് പറയുന്നത് താൻ ജീവിതത്തോട് പുലർത്തേണ്ട നീതി താൻ പുലർത്തിയോ എന്നുള്ള ആത്മവിചാരണ കൂടിയായി. എൻ വി കൃഷ്ണവാര്യർ തുടക്കത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ ആത്മഹത്യയെ കുറിച്ച് നന്നായി അറിയാമെന്നൊക്കെ അവതാരിയിൽ പറയുന്നുണ്ട്. വാര്യർ എന്ത് അർത്ഥത്തിലാണത് പറയുന്നതെന്ന് മനസ്സിലാവുന്നതിന് ദീർഘമായിട്ടുള്ള അവതാരികയൊക്കെ അദ്ദേഹം എഴുതിയിരുന്നുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടായ, അവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഉണ്ടായ ഏറ്റവും സങ്കീർണമായ ഒരു പ്രശ്നം എനിക്കറിയാം, അതുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ കൃഷ്ണവാര്യർ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു വെക്കാവുന്ന ഒരു സംഗതിയായിട്ട് ഈ നോവൽ വായിച്ച് നമുക്ക് അനുഭവപ്പെടില്ല. കാരണം ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ തന്നെ ഇങ്ങനെ ഒരു അപൂർണമായ ഒരു നോവൽ എഴുതി, ആ നോവലിന്റെ ബാക്കി ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് ബലമായി തിരിച്ച് വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് നോവലിസ്റ്റ് ചെയ്തത്. അതിന്റെ കോപ്പികൾ വേറെ കിട്ടാനുമില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ കോപ്പികൾ വേറെ കിട്ടാനുമില്ല. കാരണം ഈ മാനുസ്ക്രിപ്റ്റ് അവര് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെയുള്ള ഒരു നോവലിന്റെ അപൂർണമായൊരു ഭാഗം വെച്ചുകൊണ്ട് തന്നെ കാലത്തിന്റെ, അതാണ് നമ്മൾ പറയുന്ന കാലത്തിന്റെ സൂക്ഷ്മമായ കളികൾ ഇതിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാലം എന്ന് പറയുന്ന ഒരു സമസ്യയിലൂടെ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു കഥാപാത്രം എങ്ങനെയാണ് തന്റെ ജീവിത വ്യവഹാരങ്ങളിലൂടെ, തന്റെ സ്ത്രൈണ കൽപ്പനകളിലൂടെ, തന്റെ വിശ്വാസങ്ങളിലൂടെ, തന്റെ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകുന്നത് എന്നും ആത്മഹത്യ എന്ന് പറയും. ഇതിനകത്തും ഒരു ആത്മഹത്യ, ഒരു പുരുഷന്റെ ആത്മഹത്യാ ശ്രമം കടന്നു വരുന്നുണ്ട് രാജലക്ഷ്മിയുടെ ഈ നോവലിലും. ഈ പോളിയോ ബാധിച്ച ഈ പറയുന്ന വിമലയെ പ്രണയാഭ്യർത്ഥന നടത്തി, ആ പ്രണയം വിമല വളരെ കൃത്യമായി നിരസിക്കുന്നുണ്ട്. ആ നിരസിച്ച അന്നേന്ന് രാത്രി തന്നെ അയാൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അയാളെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെയും ഈ പറയുന്ന നമുക്ക് അവിടെയൊക്കെ സംശയം തോന്നാം, എന്തുകൊണ്ടാണ് വിമല അത്തരമൊരു പ്രണയത്തെ നിരസിച്ചത്? സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നാം. അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിന്റെ വളരെ സങ്കീർണമായ അവസ്ഥകളെ, മനുഷ്യബന്ധങ്ങളെ വായിച്ചെടുക്കാൻ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു ജീവിതക്കാരി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണോ അവരുടെ ഈ തിരോധാനം എന്ന് പോലും നമുക്ക്, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പോലും നമുക്ക് സംശയം തോന്നാം എന്നുള്ളതാണ്. അത്തരത്തിൽ ഏറെ അപൂർണമായ ഒരു ജീവിതത്തെയാണ് രാജലക്ഷ്മി ടീച്ചർ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. കാലാകാലങ്ങളിലേക്കുള്ള ഒരു വായന, അല്ലെ? അതിനകത്ത് തന്നെ ഒരു ടൈറ്റിൽ വളരെ രസകരമാണ്, ഒരു നിമിഷത്തിലെ വൈരാഗ്യവും ഒരു ആയുസ്സിലെ സുഖവും എന്ന. ഒരു നിമിഷത്തിലെ വൈരാഗ്യവും ഒരു ജീവിതത്തിന്റെ, ഒരു സ്ത്രീ എത്തിപ്പെടാൻ കഴിയാത്ത ജീവിതത്തിന്റെ ചില മേഖലകളിലേക്ക് രാജലക്ഷ്മി ടീച്ചർ എഴുത്ത് കടന്നു നിൽക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും മലയാള സാഹിത്യം, മലയാള നോവൽ സാഹിത്യം അല്ലെങ്കിൽ മലയാള രചനാലോകം രാജലക്ഷ്മി ടീച്ചറുടെ ഉച്ചവെയിലും ഇളനിലാവും എന്ന നോവൽ ഇനിയും ഏറെ അവധാനതയോടെ വായിക്കേണ്ടതും സംവദിക്കേണ്ടതും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.